തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാം. രാഷ്ട്രീയ വൃത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. അഭിലാഷേ, ഈ മുന്നണികൾക്കിടയിലല്ല, മുന്നണിക്കുള്ളിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. UDF-ലാണ് അത് കുറേ കൂടെ മുന്നോട്ട് പോയിട്ടുള്ളത്. കക്ഷികൾക്ക് ഏതൊക്കെ സീറ്റ് എങ്ങനെയൊക്കെ കൊടുക്കണം, വെച്ചു മാറണോ എന്നൊക്കെ ഉള്ളത്. അതിൽ ചില കക്ഷികൾ UDF നേതൃത്വത്തിന് ചില തലവേദനകൾ നൽകുന്നുണ്ട്. അഭിലാഷിന് ഇന്ന് പറയാനുള്ള വിവരം എന്താണ്? ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട് PJ ജോസഫ് അതിനെ വിളിക്കുന്നത് ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ് എന്നാണ്. പക്ഷേ നമ്മൾ അതിനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് വിളിക്കണമല്ലോ. അപ്പോൾ ജോസഫ് വിഭാഗത്തിന് നമുക്കറിയാം 10 സീറ്റായിരുന്നു ക്ലെയിം. കഴിഞ്ഞ തവണ 2 സീറ്റാണ് ജയിച്ചത്. ഇത്തവണ 3 സീറ്റോട് കൂട്ടി 5 സീറ്റ്, മാക്സിമം വിലപേശലിൻ്റെ അങ്ങേയറ്റത്ത് 6 സീറ്റ് എന്ന നിലയിലായിരുന്നു കോൺഗ്രസിൻ്റെ ആലോചന. പക്ഷേ ജോസ് കെ മാണി അവിടെ നിന്ന് അപ്രതീക്ഷിതമായ ഒരു പാല വിട്ടു. ഞങ്ങളുടെ രക്തമാണ് എന്ന് പറയുന്നു, തറവാട്ടിലേക്ക് മടങ്ങി വരാം എന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ജോസഫ് ഗ്രൂപ്പിന് അവിടേക്ക് വന്നാൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനില്ല, സീറ്റുകൾ കിട്ടാനില്ല എന്ന് മാത്രമല്ല അത് അങ്ങനെ വീണ്ടും പിളരുന്നതിന് മുമ്പ് വളർത്താൻ വേണ്ടിയിട്ടുള്ള വിളിയായിരിക്കും ചിലപ്പോൾ. അതായത് 2011 ഇവർ ലയിച്ചതിന് ശേഷം മത്സരിച്ചപ്പോൾ തന്നെ പഴയ ജോസഫ് വിഭാഗക്കാർക്ക് അന്ന് ആകെ 4 സീറ്റാണ് കിട്ടിയത്. 15-ൽ 4 ബാക്കി 11 മാണി ഗ്രൂപ്പുകാർക്ക് തന്നെയാണ് മത്സരിക്കേണ്ടത്. എന്ന് മാത്രമല്ല ജോസഫ് വിഭാഗം മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ സിറ്റിംഗ് MLA-മാർ മിക്കവാറും കേരള കോൺഗ്രസ് M ആണ് തന്നെ. പക്ഷേ ഈ വിളി ജോസഫിന് ഒരു ആത്മവിശ്വാസം കൊടുത്തു. അതായത് ഞങ്ങളെ വിളിക്കാൻ ആളുണ്ട്, ഞങ്ങളെ കേൾക്കാൻ ആളുണ്ട്, വേണമെങ്കിൽ കേരള കോൺഗ്രസ് മുന്നണി മാറ്റം, അതായത് നേരത്തെ നമ്മൾ പ്രതീക്ഷ കേരള കോൺഗ്രസ് മുന്നണി മാറ്റം ജോസ് കെ മാണി LDF-ൽ നിന്ന് UDF-ലേക്ക് വരും എന്നുള്ളതായിരുന്നല്ലോ. ഇതിപ്പോൾ PJ ജോസഫിനെ LDF-ലേക്ക് കൊണ്ടുവരാം എന്ന മറ്റുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന അന്തരീക്ഷം ജോസഫ് ഗ്രൂപ്പിൻ്റെ ആ ഒരു നെഗോസിയേഷൻ്റെ പവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു, കൂട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ സീറ്റ് നഷ്ടം ഉണ്ടായേക്കില്ല. അതായത് ഈ 5ലേക്ക് ചുരുങ്ങേണ്ടി വരില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഒരു പക്ഷേ 8 സീറ്റ് വരെ പോകാം എന്നുള്ള നിലയിലേക്ക് 8-9 സീറ്റ് കഴിഞ്ഞ തവണത്തെ 10 അത് ഒരു പക്ഷേ നടന്നേക്കില്ല എങ്കിൽ പോലും 8 സീറ്റ് വരെ കിട്ടാം. അതായത് ജോസഫ് ഗ്രൂപ്പിൻ്റെ വിലപേശൽ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. അവർ പരമാവധി സീറ്റുകൾ കോൺഗ്രസ് അവരിൽ നിന്ന് എടുക്കുക എന്ന ആ ഒരു ത്രെട്ടിനെ അതിജീവിക്കാനുള്ളൊരു മൂഡിലേക്ക് ആ പാർട്ടിയുടെ ആത്മവീര്യം വർദ്ധിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നണി മാറുന്നില്ല. അവരെ LDF-ലേക്ക് എടുക്കാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കേരള കോൺഗ്രസ് M-നും അതുപോലെ തന്നെ CPM-നും ഉള്ളതെങ്കിൽ പോലും അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള സീരിയസ് ആയ അർത്ഥപൂർണ്ണമായ ചർച്ചകളില്ല. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ ഉപചാരകളിലെ വർത്തമാനങ്ങൾക്കപ്പുറത്ത് സീരിയസ് ആയിട്ടൊരു ചർച്ചയില്ല, സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു നീക്കവും ഇല്ല. പക്ഷേ ഈ വർത്തമാനങ്ങളെല്ലാം വിലപേശൽ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജോസഫിന്റെ സീറ്റുകൾ പോവാതെ എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ കിട്ടുന്ന സീറ്റുകൾ പോവാതെ കാത്തു രക്ഷിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും. ജോസ് കെ മാണിയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം. അതെ, എനിക്ക് തോന്നുന്നത് ഇതേ തന്ത്രമാണോ ഒരു പക്ഷേ ജോസ് കെ മാണി LDF-ൽ നടത്തിയെന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ തവണ 13 സീറ്റ് അവർ ചോദിച്ചു. അതിൽ കുറ്റ്യാടി സീറ്റ് കൊടുക്കുന്നില്ല, അത് മാറ്റി 12 സീറ്റിലേക്ക് എത്തി. ഈ 12-ൽ അവർ ജയിച്ച സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ 5ആണ് അവരുടെ ഒരു മാക്സിമം അവർ ജയിച്ചത്. ബാക്കി 7 സീറ്റുകൾ അവർ പരാജയപ്പെടുകയാണ്. അതിൽ തന്നെ പല സീറ്റുകളും മാറ്റിയെടുത്താൽ കൊള്ളാമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ CPM-ന് ജയസാധ്യതയുള്ള സീറ്റ് പോലും കൊടുത്തു. ചാലക്കുടി അങ്ങനെ പല പെരുമ്പാവൂര് സിറ്റിംഗ് സീറ്റുകൾ വരെ കൊടുത്തിട്ടാണ് ജോസ് കെ മാണി നിർത്തിയത്. പക്ഷേ ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ വന്നു. ജോസ് കെ മാണിക്ക് അവിടെ ഒരു പ്രസക്തി ഇല്ലാത്ത സമയത്ത് ജോസ് കെ മാണി തന്നെ നടത്തിയതാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ വേണേൽ അങ്ങ് UDF-ലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇടപെടലുണ്ടാകുന്നു. ദുബൈയിൽ നിൽക്കുന്ന ജോസ് കെ മാണിയെ വരെ വിളിച്ചു വരുത്തുന്നു. മുഖ്യമന്ത്രി ഇടപെടുന്നു. ഏത് സീറ്റും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സംസാരം വരുന്നു. അതിൽ 3 പേര് ഇപ്പോൾ ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരി MLA ഒന്ന് ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ റോഷി അഗസ്റ്റിൻ ഇപ്പുറത്തേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പം 2 ഭാവവും തുലനം ചെയ്ത് നിർത്തുന്ന സമയത്ത് ഒരൊറ്റ തീരുമാനം LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായി, ഇവരുടെ സീറ്റൊന്നും കുറയ്ക്കേണ്ടതില്ല എന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജോസഫ് ഗ്രൂപ്പിന് തന്നെ തോന്നുന്നത് സ്വയം ഞങ്ങളുടെ സീറ്റുകൾ കുറയ്ക്കുകയാണ് എന്ന്. 2 സീറ്റേ ജയിച്ചിട്ടുള്ളൂ, 10 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും ഇവർ ജയിച്ചാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചപ്പോൾ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. അതനുസരിച്ചാണെങ്കിൽ 2 പേരുടെ കൂടുവാണെങ്കിൽ UDF-ലാണെങ്കിൽ 15 സീറ്റ് കിട്ടും. അതെ, 15 കിട്ടും. നീ LDF-ലാണെങ്കിലോ അതാണ് ഇനി അറിയേണ്ടത്. ഇവർ വന്നാൽ LDF-ന് എത്ര കൊടുക്കുന്നതാണ്. അവിടെ LDF-ന്റെ ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ജോസഫ് ഗ്രൂപ്പ് അവരുടേതായി പറയുന്ന എല്ലാ സീറ്റുകളും കൊടുക്കാമെന്ന് ഞങ്ങൾ തയ്യാറാണ്. അതിന് കേരള കോൺഗ്രസ് മാണിയുടെ ഒരു സമ്മതം കിട്ടിയാൽ മതിയെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ പൂഞ്ഞാർ MLA-യും ചങ്ങനാശ്ശേരി MLA-യും വിട്ടുപോകുമോ, ജയരാജ് എന്ത് പറയുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനായിരുന്നു അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അതൊന്നുമേ ഇല്ല. ഒറ്റ ബുദ്ധിയിൽ എപ്പോൾ വേണം ഈ ബ്രാക്കറ്റ് ഇല്ലാത്ത കോൺഗ്രസ് ആയതുകൊണ്ട് അത് ബ്രാക്കറ്റ് ഇല്ലാതായതിൻ്റെ പിന്നിലും നമുക്കറിയാലോ അതിൻ്റെ ഒരു രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോസഫ് ഗ്രൂപ്പ് വിട്ടു പോകുമെന്നുള്ളൊരു ഭീതി ജനിപ്പിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് റബ്ബറിൻ്റെ രാഷ്ട്രീയം കൃത്യമായി നടപ്പാക്കി UDF-നകത്ത് ഇനിയും ഈ 10 സീറ്റിനും ക്ലെയിം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നാടകമായി ഇത് മാറുന്നു. LDF-ലാണെങ്കിൽ ജോസ് കെ മാണി ആ പാർട്ടിക്ക് ഇവിടെ സീറ്റുകളുടെ എണ്ണത്തിൽ ഉറപ്പുണ്ടായി. അതുപോലെ തന്നെ മാണി സാറിന്റെ പേരിലുള്ള സ്മാരകത്തിനുള്ള സ്ഥലവും കിട്ടി എന്ന് മാത്രമല്ല വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന ചില പട്ടയങ്ങളുടെ കാര്യത്തിലും ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ വിവാദം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ആ പട്ടയത്തിന്റെ കാര്യത്തിൽ പോലും തീരുമാനമായി. അത് മാത്രമല്ല
ഈ വന്യജീവി സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് ഒരു ജാഥയൊക്കെ നയിച്ചിരുന്നു. വളരെ കൃത്യമായി ചില തീരുമാനങ്ങൾ പറഞ്ഞിരുന്നു. അതെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്നത്തെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നു, പന്നികളെ വെടിവെക്കാൻ വേണ്ടി കൂടുതൽ ഷൂട്ടർമാരെ വയ്ക്കുന്നു. ഇത് കേരള കോൺഗ്രസ് ഈ മേഖലയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അല്ല, പക്ഷേ കേരള കോൺഗ്രസ് അത്തരത്തിലുള്ള സമ്മർദ്ദ രാഷ്ട്രീയം ചെലുത്തിയതിന്റെ ഫലമായിട്ട് നാട്ടുകാർക്കും കുറച്ച് ഉപയോഗമുണ്ട്. ഗുണമുണ്ട്. പിന്നെ UDF-നകത്തുള്ള കേരള കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ സീറ്റ് വിഭജനം UDF-നും കോൺഗ്രസിനോട് തലവേദന ആയിരിക്കുന്ന ഒരു സംശയമില്ല. കാര്യം ഏറ്റവും അവസാനമേ അത് തീരുമാനമാവാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ 10 സീറ്റ് എന്നുള്ളത് അവർ 2 സീറ്റ് വരെ വേണമെങ്കിൽ ത്യജിക്കാൻ തയ്യാറാണ്. 8 സീറ്റ് അതെ, 8 സീറ്റ് അവർക്ക് കിട്ടണമെന്ന് അവർ ഇല്ലെങ്കിൽ അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലാവും. പക്ഷേ ഞാൻ പറഞ്ഞത് 2 സീറ്റ് ത്യജിക്കാൻ തയ്യാറായ സീറ്റ് ഏത് നോക്കുന്നറിയോ? തൃക്കരിപ്പൂ അവർ കഴിഞ്ഞ കിട്ടിയതാണ്. ആ സീറ്റ് അവർ വേണമെങ്കിൽ MP ജോസഫ് മത്സരിച്ചു. അതെ, പിന്നെ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഇത്രയും നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ അവർ ഇടുക്കിയും വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ബാക്കി ഒരു സീറ്റിനെ സംബന്ധിച്ചിട്ടും എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരുടെ ഇപ്പോൾ സെൻട്രൽ കേരളയിൽ ഈ പറയുന്ന ചങ്ങനാശ്ശേരിയിലും പിന്നെ കടുത്തുരുത്തി കിട്ടുമെന്ന് പൂഞ്ഞാറും ഒക്കെ മത്സരിച്ചില്ലെങ്കിൽ പിന്നെ അവർ കേരള കോൺഗ്രസ് എവിടെ പോയി മത്സരിക്കും? പക്ഷെ അവിടെ അപ്പൊ ഈ കോൺഗ്രസ് സീറ്റ് എടുക്കാൻ ഉദ്ദേശിച്ച ചില സീറ്റുകളുണ്ട്. ആ സീറ്റ് ഇപ്പോഴും കിട്ടുന്നില്ല. കുട്ടനാട്, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി തുടങ്ങിയ സീറ്റുകൾ ഇപ്പോഴും കിട്ടുന്നില്ല. കോതമംഗലം അതെ, എല്ലാം ഫൈറ്റിംഗ് ചാൻസുകളുള്ള കോൺഗ്രസിന് ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു കഴിഞ്ഞാൽ വിജയ സാധ്യത കുറവുള്ള സീറ്റുകൾ നല്ല സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കാവുന്ന സീറ്റ് കോൺഗ്രസിന്റെ. കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ത്രികോണ പിക്ചർ ഏറ്റവും ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളത് പാലയിലായിരിക്കും. ജോസ് കെ മാണി സി കാപ്പൻ, ഷോൺ ജോർജ് പിക്ചർ വന്നു. ഇന്നിപ്പം മധ്യമേഖല ജാഥ നടന്നുകൊണ്ടിരിക്കും. ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ജോസ് കെ മാണിയും ശൈലജ ടീച്ചറും റോഷി അഗസ്റ്റും 3 പേരും കൂടി ഇരുന്ന് നടത്തിയ വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനത്തിൽ കൗതുകമായ കാഴ്ച, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ് അവസാനം പാലായിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ജോസ് കെ മാണിയോട് ചോദിക്കുകയാണ്. ജോസ് കെ മാണിയുടെ മറുപടി ഇതാണ്: ഞാനൊന്ന് പാർട്ടിയെ ആലോചിക്കട്ടെ, പാർട്ടി തീരുമാനിക്കുമെന്ന് പറയും. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് വലിക്കുകയാണ് റോഷി അഗസ്റ്റിൻ. എന്നിട്ട് പറയുന്നു പാർട്ടി ഒന്നും ആലോചിക്കാനല്ലേ, ജോസ് കെ മാണി മത്സരിക്കല്ലാതെ പിന്നെ ആര് മത്സരിക്കാണ്? അപ്പോഴും സൈഡിലിരിക്കുന്ന ജോസ് കെ മാണി ആ മൈക്ക് ഒന്ന് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റോഷി അഗസ്റ്റിൻ വിട്ടുകൊടുക്കുന്നില്ല. അവിടെ ഇരുന്ന് ശൈലജ ടീച്ചർ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം പാലായിൽ തന്നെയാണോ? മാധ്യമപ്രവർത്തകരോട് ചോദ്യമാണ്, പാലായിൽ തന്നെ ആയിരിക്കും ജോസ് കെ മാണി മത്സരിക്കാം? പിന്നെ പാലായിലല്ല ജോസ് കെ മാണി എവിടെ മത്സരിക്കുക എന്നുള്ളത് റോഷി അഗസ്റ്റിൻ പറയാണ്. അതായത് പ്രഖ്യാപനം വന്നത് റോഷി അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ ആരാണ്? നമുക്ക് ഈ വെള്ളിമൂങ്ങ സിനിമയിലൊക്കെ രംഗം ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അത് കഴിഞ്ഞിട്ടും ജോസ് കെ മാണി ഒന്നും പറയുന്നില്ല പാലാ സീറ്റിനെ കുറിച്ച്. റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുന്നു, തീരുമാനിക്കുന്നു, ഒരു അതുമില്ലാതെ. ഇത് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി ജാഥ ക്യാപ്റ്റനായി വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു. UDF-ലേക്ക് പോകുമോ എന്ന്. അപ്പോഴും ആദ്യം ഇടതിൽ തുടരുമെന്നുള്ള തീരുമാനം ആദ്യം പറഞ്ഞത് റോഷി അഗസ്റ്റിനാണ്. അപ്പം ആ പാർട്ടിയിൽ റോഷിക്ക് കൂടുതൽ സേ ആയോ ഇപ്പൊ ഇത്തവണ? കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പച്ച പിടിച്ചില്ല. ഇത്തവണ കൂടി തോറ്റൽ. കാരണം കേരളത്തിൽ വലിയ LDF തരംഗം ഉണ്ടായപ്പോൾ പോലും 15,000 സീറ്റിന് മാണി സി കാപ്പൻ ജയിച്ചു. ഇത്തവണ തരംഗമില്ല. വേണമെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്തവണ കൂടി പാലായിൽ തോറ്റാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി എന്ത്? അവിടെ റോഷി അഗസ്റ്റിനാകുമോ സേ എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു ചർച്ച ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ തിരുവമ്പാടി സീറ്റ് മാണി സി കാപ്പന് കൊടുത്തുകൊണ്ട് ജോസ് കെ മാണിയെ UDF-ലേക്ക് വന്നാൽ പാലായിൽ മത്സരിപ്പിക്കാമെന്നൊരു ധാരണ ഉണ്ടായി വരുന്ന സമയമുണ്ടായി. അന്ന് സമയത്ത് LDF-ലെ നേതാക്കൾ തിരിച്ചടിച്ചത് അങ്ങനെയെങ്കിൽ റോഷി അഗസ്റ്റിനായിരിക്കും ജോസ് കെ മാണിക്കെതിരെ മത്സരിക്കുക എന്നൊരു കഥ വന്നിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണത്രേ റോഷി അഗസ്റ്റിനെതിരായി വന്നാലോ എന്നുകൂടി അടിസ്ഥാനം മനസ്സിലാക്കിയിട്ടാണ് ജോസ് കെ മാണി LDF വിട്ടു പോകണ്ട എന്നുള്ള തീരുമാനമെടുത്തത്. കോൺഗ്രസ് മാണിയിൽ റോഷി ജോസിനെക്കാട്ടും വലിയ സ്റ്റേച്ചറിൽ എത്തിക്കഴിഞ്ഞു. അല്ല, പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു അലിഖിത നിയമമുണ്ട്. അതായത് അധികാരം എവിടെയാണോ അവിടെയാണ് അവർ പറയുന്ന വാക്കുകൾക്ക് ശക്തി കൂടും. അവർ പറയുന്ന വാക്കുകൾക്ക് ഈ അണികൾ സ്വീകരിക്കുന്നതിനും വലിയ കൂടുതൽ അതായത് അതിന് വെയിറ്റ് കൂടും. അപ്പൊ കേരള കോൺഗ്രസിന്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ഇതൊരു നിസ്സഹായ അവസ്ഥയായിരുന്നു ജോസ് കെ മാണിയുടെ. ഒന്നും പറയാനും പറ്റുന്നില്ല. കാരണം മൈക്കും പോയി, ഒന്നും പറയാനും പറ്റില്ല. പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അല്ല, ജോസ് കെ മാണി പറഞ്ഞത് പാർട്ടി ആ സമയത്ത് ആലോചിച്ച് തീരുമാനമെടുക്കും. അപ്പൊ റോഷി അഗസ്റ്റിൻ പറയാൻ ശ്രമിക്കുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും എങ്കിലും പക്ഷേ ഇദ്ദേഹം തന്നെയാണ്. പിന്നെ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിട്ട് ഈ റോഷി അഗസ്റ്റിൻ LDF-ൽ തുടരണം എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ട്. അല്ലെങ്കിൽ CPM-മായിട്ട് ഇപ്പോൾ ആഭിമുഖ്യമൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ
സത്യമാണെങ്കിലും പക്ഷെ റോഷിയും പിന്നെ ജോസ് കെ മാണിയും തമ്മിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടതായിട്ട് വ്യക്തിപരമായിട്ട് അവർ തമ്മിൽ ഒരു അകൽച്ച വൈരുദ്ധ്യം ഉള്ളതായിട്ട് മാനസികമായിട്ട് രണ്ട് അതായത് ജോസ് കെ മാണിക്ക് മുന്നണി വിടാനുള്ള ഒരു താല്പര്യം സമ്മർദ്ദം കൂടി ഉണ്ടായപ്പോ പക്ഷെ അതിനെതിരെ നിന്നതും പിടിച്ചു നിർത്തിയതും CPM ശരിക്കും ഉപയോഗിച്ചതൊക്കെ റോഷിയെ തന്നെയാണ്, സംശയമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അധികാരം ആരുടെ കയ്യിൽ ഇരിക്കുന്നു അവർക്കൊരു മേൽക്കോയ്മയുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമാണ് PC ചാക്കോ എന്ന് പറയുന്ന അധികായനെ എങ്ങനെയാണ് ശശീന്ദ്രൻ നിലയ്ക്ക് നിർത്തിയെന്ന് നോക്കൂ. ശശീന്ദ്രനായിരുന്നു NCPയിലെ മന്ത്രി, അതുകൊണ്ട് PC ചാക്കോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം പാർട്ടി മുഴുവൻ പിടിപ്പിച്ചു. എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റി? മാറ്റാൻ പറ്റിയില്ല. എൻ്റെ മന്ത്രിസഭ ഒരാൾ മാറണമെങ്കിൽ എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആ പറയിപ്പിച്ചത് ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനമാണ്. അതിനുശേഷം PC ചാക്കോ കാണാനേ ഇല്ല. ഇപ്പോഴും ആ പാർട്ടിയുടെ ഇപ്പൊ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള വൈരുദ്ധ്യ പ്രകടനത്തെക്കാൾ സ്നേഹപ്രകടനമാണ് കേരള ഈ മട്ടിലുള്ള തരത്തിലുള്ള അതൊരു വല്ലാത്ത സ്നേഹമാണ്. രണ്ട് പാലാക്കാരും അത് കാരണം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആര് ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാണി സാർ പറയും പകരം മത്സരിച്ചത് ആരാണെന്ന്. അന്ന് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മത്സരിച്ചത് മാണി സാർ അല്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് പി ജെ ജോസഫിനെ കൂവി. അന്നൊക്കെ അവര് UDF-നൊപ്പം നിൽക്കുകയാണ്. പക്ഷേ ഭയങ്കര സ്നേഹവുമാണ്. അതൊരു വല്ലാത്ത സ്നേഹമാണ്. നാളെ ഇവർ രണ്ടുപേരും ജയിക്കുകയും LDF-ന് ഒരുപക്ഷെ അധികാരം അല്ലെങ്കിൽ ഈ പറഞ്ഞ തുടർഭരണം കിട്ടുകയും ചെയ്താൽ മന്ത്രി ജോസ് കെ മാണി തന്നെ ആയിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. അതെ, പക്ഷെ തോറ്റാലുള്ള ഒരു പ്രശ്നം കേരള കോൺഗ്രസിന് തട്ടകമാണ്, രാഷ്ട്രീയ ഭൂമികയാണ്, മെക്കയാണ്. അവിടെ ഒരിക്കൽ കൂടി ജോസ് കെ മാണി തോറ്റാൽ എന്തെന്നുള്ളൊരു കാര്യം ജോസ് കെ മാണി ജയിക്കുന്ന ഇത്തവണ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ സാധ്യത കൂടുതലാണ്. കാരണം ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ. എന്താണ് മാർഷൽ വിശേഷം? ഇത്തവണ 2 മുൻ ഗവർണർമാര് സീറ്റുകൾ ഉറപ്പിക്കുന്നു, സ്ഥാനാർത്ഥികളാകും എന്നുള്ള കാര്യം BJP-യിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒന്ന് കുമ്മനം രാജശേഖരനാണ്, പഴയ ഗവർണർ, മിസോറാം ഗവർണർ. അതോടൊപ്പം തന്നെ PS ശ്രീധരൻപിള്ള, ഗോവ ഗവർണർ. ഇവർ രണ്ടുപേരും അടുത്തടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നുള്ളതാണ്. അതിൽ ആദ്യം വരുന്നത് ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ആറന്മുള നമുക്കറിയാം BJP-ക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ്. വീണയ്ക്കെതിരെ ആദ്യം മത്സരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഇട്ട് നോക്കുന്നു. അതിന് ആ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു ക്രിസ്ത്യാനി നിർത്തിയാൽ കിട്ടുന്നതല്ല എന്നുള്ളതാണ്. അവിടെ ക്രിസ്ത്യൻ വോട്ടും അതോടൊപ്പം തന്നെ BJP-യുടെ വോട്ടും ലഭിക്കണമെന്നുണ്ടെങ്കിൽ MD രമേശിനെ പോലെ ഒരാൾ നിന്നപ്പോൾ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ ഇത്തവണ ആറന്മുളയിൽ മത്സരിക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ചെങ്ങന്നൂർ സീറ്റിലേക്കാണ് PS ശ്രീധരൻപിള്ള കണ്ണുവെക്കുന്നത്. എന്നാൽ അവിടെ സന്ദീപ് വചസ്പതി അവിടെ മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം തിരുവല്ല സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അനൂപ് ആന്റണി എവിടെ പോകും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അദ്ദേഹം റാന്നിയിലേക്ക് മാറ്റി മത്സരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ പത്തനംതിട്ട ആലപ്പുഴ സ്ഥലങ്ങളിൽ അതിരുകളിൽ 2 ഗവർണർമാർ അടുപ്പിച്ച് മത്സരങ്ങൾ. ആറന്മുളയിൽ കുമ്മനവും, തിരുവല്ല അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം NSS പോയി സുകുമാരൻ നായരൊക്കെ കണ്ടു, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. BJP ജില്ലാ പ്രസിഡന്റും കൂടെ ഉണ്ടായിരുന്നു. പുസ്തകം കൊടുക്കാനാണെന്നാ പറഞ്ഞത്. എന്ന് മാത്രമല്ല അദ്ദേഹം തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട പല സ്ഥലങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന് ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ടൊക്കെ എന്നും നല്ല ബന്ധമാണ്. അപ്പൊ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന BJP-യിലെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് PS ശ്രീധരൻപിള്ള. ഒരുപക്ഷെ അൽഫോൺസ് കണ്ണന്താനത്തെക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവല്ലയിൽ മത്സരിക്കും. തിരുവല്ല സ്വാഭാവികമായിട്ടും മാമമത്തയുടെ കാലത്തിന് ശേഷം ഇന്ന് വരെ LDF-ന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് ഗവർണർമാർ മത്സരിക്കാൻ വന്നത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നേരത്തെ വക്കം പുരുഷോത്തമൻ മത്സരിച്ചിട്ടുണ്ട്, ലഫ്റ്റനന്റ് ആയിരുന്നു. പിന്നെ ഗവർണറെക്കാളും കുറച്ചുകൂടെ പടി കൂടിയ സാധനം. പിന്നെ കുമ്മനം തന്നെ വന്നല്ലോ. അതെ, കുമ്മനം ഗവർണർ സ്ഥാനം ഉപേക്ഷിച്ച് മത്സരിക്കാൻ വന്നു. അതെ, വട്ടിയൂർക്കാവ് കിട്ടാത്ത ഭാഗ്യം ഒരുപക്ഷെ ആറന്മുളയിൽ കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതല്ല, ആറന്മുളയിൽ എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് കുമ്മനം രാജശേഖരനെ കാണുന്നത് തന്നെ ആറന്മുളയിലെ RSSന്റെ കാര്യാലയത്തിൽ ഒരു ബെഞ്ചിൽ അദ്ദേഹം കടന്നുറങ്ങുന്നതാണ്. കാരണം അതുപോലെ നാട്ടുകാർക്ക് ആറന്മുള വിമാനത്താവള സമരത്തിന്റെ സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ അവിടെ സമരം നയിച്ച നേതാക്കന്മാരിൽ ഒരാളായിരുന്നു കുമ്മനം രാജശേഖരൻ. അതുകൊണ്ട് BJP-ക്ക് കുറെ വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് കുമ്മനം രാജശേഖരൻ. അപ്പോൾ ഈ ഗവർണർമാരുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഗവർണറായിരുന്ന ഒരാൾ ആ ഗവർണർ പദവി ഉപേക്ഷിച്ച് മത്സരിക്കാൻ വേണ്ടി പോയി, പക്ഷെ മത്സരിച്ച് തോറ്റുപോയി. ബീഹാറിൽ നിഖിൽ കുമാർ, സമീപകാല ചരിത്രത്തിൽ നിഖിൽ കുമാർ ഇവിടെ നിന്ന് ആ ഗവർണർ സ്ഥാനം ഉപേക്ഷിച്ച് പെട്ടെന്ന് മത്സരിക്കാൻ വേണ്ടി പോയതായിരുന്നു ബീഹാറിൽ, പക്ഷെ അദ്ദേഹം മത്സരിച്ച് തോറ്റുപോയി. രമേശ്,
എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചേരി മാറിയ രണ്ടുപേർ, അവർ രണ്ടുപേരും ഇത്തവണ മത്സരിക്കുമെന്ന് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ടും ഈ UDF-ൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി LDF സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ച പി സരിൻ. മറ്റൊരാൾ ആ സമയത്ത് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ. ഇവർ രണ്ടുപേരും ഇത്തവണ മത്സരിക്കുമെങ്കിൽ എവിടെ എന്നുള്ളതാണ് ഒരു ചർച്ചയായിട്ട് വന്നിരിക്കുന്നത്. അതിൽ സരിനെ വളരെ സേഫായിട്ടുള്ള സീറ്റ് തന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അവിടുത്തെ CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിലെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചത് ഒറ്റപ്പാലത്താണ്, അല്ല കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മത്സരിച്ചത് കോൺഗ്രസിലാണ് മത്സരിക്കുമ്പോൾ ഒറ്റപ്പാലത്തായിരുന്നു മത്സരിച്ചിരുന്നത്. അവിടെ അദ്ദേഹത്തിനെതിരെ ശരിക്കും അവിടെ ആ സീറ്റ് മത്സരിക്കാൻ ഇരുന്നത് അധ്യാപക നേതാവായിരുന്ന പി ഹരിഗോവിന്ദനായിരുന്നു അവിടെ മത്സരിക്കാൻ ഇരുന്നത്. അവിടെ പ്രാദേശികമായി വലിയ സ്വീകാര്യതയുള്ള ഒരു അധ്യാപക സംഘടനാ നേതാവ് കൂടിയാണ്, റിട്ടയറായി. അപ്പോൾ സരിൻ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഒഴിഞ്ഞു കൊടുക്കുകയും സരിന് വേണ്ടി ആത്മാർത്ഥമായിട്ടൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു നേതാവാണ്. അപ്പോൾ സരിനെ ഒറ്റപ്പാലത്ത് പക്ഷെ പരാജയപ്പെടുത്തി അവിടെ ഈ പറഞ്ഞതുപോലെ CPM-ആണ് വിജയിച്ചത്. അപ്പോൾ ഇത്തവണ സരിനെ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സരിൻ അവിടെ ജയിക്കും, ഷുവർ സീറ്റാണ്. പക്ഷെ പ്രശ്നം അവിടെ K. പ്രേംകുമാർ എന്ന CPM-ന്റെ ഒരു തവണ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഷൊർണൂറേക്ക് മാറ്റേണ്ടി വരും. ഷൊർണൂറിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA മമ്മിക്കുട്ടി അതെ, പക്ഷേ പ്രായാധിക്യം കാരണം അദ്ദേഹം ഒഴിയുമെന്ന് അദ്ദേഹം ഒരു തവണ ആയുള്ളൂ ഇവിടെ ഷൊർണൂറിൽ. മുമ്പ് എന്തോ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പൊ അങ്ങനെ ഈ പ്രേംകുമാറിന് പാലക്കാട് ഒരു MLA മാത്രം സീറ്റ് മാറ്റുന്നതിനെ അവിടെ CPM-ൽ ചില മുറിവുറുപ്പുകളും പ്രശ്നങ്ങളും ഉണ്ട്. സരിനെ മത്സരിപ്പിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വരികയാണെങ്കിൽ പ്രേംകുമാറിനെ മണ്ഡലം മാറ്റണം. അപ്പോൾ ഒരു MLA ഒരാൾക്ക് വേണ്ടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി മണ്ഡലം മാറ്റുന്ന ഒരു പ്രശ്നം അവിടെ വരും. അതൊന്ന്. രണ്ടാമത്തത് അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ അവിടെ പി മമ്മിക്കുട്ടിയുടെ കാര്യം പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുൻപ് P. ഉണ്ണി ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിനും ഒരു ടൈമേ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ P. മമ്മിക്കുട്ടിയുടെ കാര്യത്തിലും പ്രായം പരിഗണിച്ച് ഒരു പക്ഷേ ഒറ്റ ടൈം കൊടുത്ത് മാറ്റി നിർത്താനുള്ള സാധ്യതയും ഇല്ലാതില്ല. അത് പാലക്കാട് തന്നെ ഈ P. ഉണ്ണിയുടെ കാര്യത്തിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ CPM ചെയ്തിട്ടുള്ളതാണ്. അതിനൊരു സാധ്യത. പക്ഷേ ഈ സരിന് വേണ്ടിയിട്ട് പ്രേംകുമാറിനെ ഷൊർണൂറിലേക്ക് മാറ്റുമോ? അപ്പൊ അങ്ങനെ മാറുന്നതിനെതിരെ ചെറിയ ഒരു അതിർത്തി ചില ഒറ്റപ്പാലമാണ് CPM-ന്റെ ഷുവർ സീറ്റ്. താല്പര്യവും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള മണ്ഡലം ഒറ്റപ്പാലമാണ് എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. രണ്ടാമത്തത് സന്ദീപ് വാര്യരുടെ കാര്യം. സന്ദീപ് വാര്യറിനെ പാലക്കാട്, തവനൂർ, തൃശ്ശൂർ 3 മണ്ഡലങ്ങളിലാണ് ശരിക്കും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതിൽ പഴയ ലിസ്റ്റിൽ ഇവിടെ വട്ടിയൂർക്കാവ് വരെ മനസ്സിലാക്കുന്നത് തവനൂരിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതെ, തവനൂരിൽ പിന്നെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടാണ് ഒറ്റപ്പാലത്താണ് മത്സരിച്ചത്, BJP-ക്ക് വേണ്ടി ഒറ്റപ്പാലത്ത്. തൃശ്ശൂരിൽ താല്പര്യമുണ്ട് സന്ദീപ് വാര്യർക്ക് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആയിരിക്കും മത്സരിക്കാൻ സാധ്യത. ഈ രണ്ടുപേരുടെ കാര്യമാണ് ഇപ്പോൾ സജീവമായിട്ട് കോൺഗ്രസിലെയും CPM-ന്റെയും. തൃശ്ശൂർ അദ്ദേഹത്തിന്റെ കർമ്മ മേഖല കൂടിയാണ്, അതുകൊണ്ട് സന്ദീപ് വാര്യർക്ക് അവിടെ ഒരു ചാൻസ് ഇല്ല. പക്ഷേ തൃശ്ശൂർ രസകരമായ കാര്യം, തൃശ്ശൂർ ഒരു പക്ഷേ മത്സരിക്കുന്നത് അത് ഉറപ്പിട്ടില്ല. പത്മജ വേണുഗോപാൽ അവിടെ മത്സരിക്കാനുള്ള സാധ്യത BJP നേതൃത്വം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പഴയകാല എതിരാളികളാണ് MG രമേശ് എന്ന് പറയുന്നുണ്ട്. രമേശനായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതല. MG രമേശിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തുവെങ്കിലും തൃശ്ശൂർ BJP പ്രതീക്ഷിച്ച ഒരു മേൽക്കൈ അവിടെ ഉണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ ഒരു നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ തൃശ്ശൂർ മത്സരിക്കില്ല എന്നാണ് BJP നേതാക്കൾ പൊതുവെ പറയുന്നത്. ഈ തവനൂരിൽ KT ജലീൽ മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തവനൂരിന്റെ ഒരു സോഷ്യൽ കോമ്പിനേഷൻ ശരിക്കും LDF-ന് അനുകൂലമാണ്. അതായത് ജലീലിനെ പോലത്തെ ഒരു കാൻഡിഡേറ്റ് കൂടി വന്നാൽ കാരണം എന്ന് വെച്ചാൽ LDF-ന് ഗുണകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പഞ്ചായത്തുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് തവനൂർ. കുറച്ച് ഹിന്ദു വോട്ട് കൂടിയുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ആ കോമ്പോസിഷൻ വെച്ച് നോക്കിയാൽ ഡെമോഗ്രാഫിക്കലി വലിയ തോതിൽ ഹൈന്ദവ സാമുദായിക വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ് തവനൂർ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ LDF-ന് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്. പക്ഷേ ആര് സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രശ്നമാണ്. ജലീലിനെ ഇത്തവണ അവിടെ മത്സരിപ്പിക്കാൻ കൺവിൻസ് ചെയ്യിക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നിങ്ങൾ പാലക്കാട് ജില്ലയിലെ 2 മണ്ഡലങ്ങളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. പാലക്കാട് ഇന്ന് പുതുതായിട്ട് വന്ന ഒരു കൗതുകമുണ്ടാക്കുന്ന വാർത്ത, മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ PA സുരേഷ് മത്സരിക്കുമോ എന്നുള്ളതാണ്. സുരേഷ് മത്സരിക്കുന്നത് CPM-ന് വേണ്ടിയിട്ടല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി, UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന് താല്പര്യം. പക്ഷേ മത്സരിക്കുകയാണെങ്കിൽ
UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് നേതൃത്വം, അതായത് VK ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു, ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് മത്സരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് കൗതുകം. ഒന്ന് ഒരു വിസ്മയം തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം. പക്ഷേ സുരേഷിനെ പോലെ ഒരാൾ അത്തരമൊരു സീറ്റ് മോഹിയായ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മത്സരത്തിൽ, പക്ഷേ CPM എന്ന പാർട്ടി അദ്ദേഹത്തോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു ഐത്തം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അസ്പൃശ്യത എന്നൊക്കെ നമ്മൾ പറയില്ല. ആ രീതിയിൽ എന്ത് കാര്യത്തിലായിരുന്നോ സുരേഷിനെ പാർട്ടി അകറ്റി നിർത്തിയത്, അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞുപോയി. അതിനൊക്കെ ശേഷം പാലക്കാട് നിന്ന് ഒരുപാട് കാറ്റടിക്കുകയും പനയിൽ നിന്ന് ഒരുപാട് തേങ്ങ വീടുകയും ഒക്കെ ചെയ്തു പോയെന്ന് നമ്മൾ പറയും. ഇപ്പോഴും അദ്ദേഹത്തെ അങ്ങനെ അകറ്റി നിർത്തുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സീറ്റ് അവർ ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിച്ചാൽ ഒരു കനത്ത മത്സരം നടത്താൻ കഴിയുന്ന ആളാണ് സുരേഷ് വംശീല പറയാം. മലമ്പുഴയുടെ ഒരു രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ ആറ്റിലെ കച്ചുത ചാടല്ലേ എന്ന് സുരേഷിനോട് പറയാൻ കഴിയും. ഡിസ്റ്റന്റ് തേർഡാണ്. BJP ആണ് അവിടെ. കോൺഗ്രസിന് 22% വോട്ട് മാത്രമുള്ള മണ്ഡലമാണ് മലമ്പുഴ. പരമ്പരാഗതമായി അവിടെ BJPക്ക് ശക്തിയുണ്ട്. BJPക്ക് 50,000 വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണ. അതായത് BJPയും LDFും തമ്മിൽ മത്സരം നടക്കുന്ന, കഴിഞ്ഞ തവണ VSന്റെ നിഴലായിട്ടുള്ള A പ്രഭാകരൻ മത്സരിച്ചിട്ട് തന്നെ 25,000 വോട്ടിന് ജയിച്ച CPMന്റെ പാലക്കാട്ട് ഏറ്റവും ഷുവർ സീറ്റാണ്. 3ാം സ്ഥാനത്ത് കോൺഗ്രസ് ഉള്ള ഒരു മണ്ഡലത്തിൽ സുരേഷിനെ ഇങ്ങനെ വശീകരിച്ച് മത്സരിക്കുന്ന എന്ത് കാര്യം? കോൺഗ്രസിന് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചർച്ചയാക്കാം. VSമായി ഈ ഒരു പേരുണ്ടാക്കുക, വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം സുരേഷിന് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് കുറച്ച് വോട്ട് കിട്ടുമായിരിക്കാം. പക്ഷെ അതിനപ്പുറം വളരെ കോൺഗ്രസ് വീക്കായിട്ട് നിൽക്കുന്നിടത്തേക്ക് അവിടെ ഒരുപക്ഷെ ക്ലെയിം ഉന്നയിക്കാൻ തന്നെയും ആരുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറം കോൺഗ്രസിന് എന്താണ് ഇതിനകത്ത് താല്പര്യം? പണ്ട് VS 5,000 വോട്ടിന് മാത്രം 2001 അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. BJP അവിടെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. BJP പാലക്കാടും തൊട്ടടുത്ത് കിടക്കുന്ന മലമ്പുഴയിലുമായിട്ട് BJP അവിടെ വലിയ ശക്തിയായിരുന്നു. 2006 വരെ CPM ജയിച്ച മണ്ഡലമാണ് പാലക്കാട് എന്ന് ഓർക്കണം. ആ പാലക്കാട് നിന്ന് BJP ജയസാധ്യതയുള്ള ഒരു പാർട്ടിയായി മാറുകയും 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു. മലമ്പുഴ BJP 2ാം സ്ഥാനത്തുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽ അതായത് ഇടത് വിരുദ്ധ വോട്ടുകളുടെ ഒരു വലിയ പോർഷൻ BJPയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അന്ന് സതീശൻ പാച്ചേനെയും VSും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുമ്പോൾ ഉള്ള ഒരു പശ്ചാത്തലം മാറി. അന്നത്തെ കോൺഗ്രസ് അല്ല എന്ന് മാത്രമല്ല, മാരാരിക്കുളത്തിൽ മുങ്ങിപ്പോയ VS മലമ്പുഴയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ പുഴയിൽ ചാടുമ്പോഴും അദ്ദേഹത്തിന് വളരെ വലിയ തിരിച്ചടി കിട്ടി. സുരേഷിന്റെ കാര്യത്തിൽ സുരേഷിന് ഈ പറഞ്ഞതുപോലെ ചില അവഗണനയെ സംബന്ധിച്ചുള്ള പരാതികളും അതൃപ്തിയൊക്കെ ഉണ്ട്. 7 വർഷമായിട്ട് 12 അല്ല അപ്പീൽ കൊടുത്തിട്ട് അത് പരിഗണിക്കുന്നില്ല. അതൊക്കെ പുള്ളിക്ക് ഒരു പ്രശ്നമാണ്. അത് പുള്ളി പരസ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പുള്ളി 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് മത്സരിക്കാൻ വേണ്ടി അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കില്ല എന്നാണ് അദ്ദേഹമായിട്ട് ചെറിയ അടുപ്പുള്ള 1-2 പറയുന്നത്. അഥവാ മത്സരിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് പറഞ്ഞു കേൾക്കുന്ന പേര് VSന്റെ മകന്റേതാണ്. അവിടെ മാത്രമല്ല, അരുൺകുമാർ എവിടെ മത്സരിച്ചാലും അരുൺകുമാർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ പിന്നെ സുരേഷ് മത്സരിക്കില്ല എന്നാണ്. അത് VSും VSന്റെ കുടുംബമായിട്ടുള്ള ഒരു അതും സുരേഷിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും. പക്ഷേ കോൺഗ്രസുമായിട്ട് ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യം സുരേഷ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അല്ല, അത് കോൺഗ്രസ് നേതാക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ 12 വർഷമായിട്ട് പുറത്തു നിർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇത് ചിലപ്പം വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ആ പ്രശ്നം വീണ്ടും ചർച്ചയായി വരികയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് ഇദ്ദേഹത്തെ എടുത്ത് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ട് പാർട്ടി ഇത് തിരിച്ചെടുക്കാൻ തയ്യാറായാൽ അനുസരണയുള്ള അച്ചടക്കമുള്ള പാർട്ടിക്കാരനായിട്ട് സുരേഷ് പാർട്ടിക്കകത്ത് തന്നെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. VSന്റെ അന്ത്യയാത്ര സമയത്ത് ആ സമയത്ത് ഞാനും ആലപ്പുഴയിൽ പോയിരുന്നല്ലോ. അപ്പോൾ അതല്ല ഞാൻ പറയുന്നത്. VSന്റെ അന്ത്യയാത്രാ സമയത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവിന്റെ കൂടെ തന്നെയായിരുന്നു. CPM നേതാവിന്റെ എന്ന് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ ആ സംഘത്തിലായിരുന്നു. ഞാൻ പലവട്ടം കണ്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പഴയ പാർട്ടി പ്രവർത്തകരെയും വിട്ടുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഇങ്ങനെ ഒരാളെ മാത്രമല്ല അതിതീവ്ര ഇടതുപക്ഷക്കാരെയും ഇതിലേക്ക് മാറ്റി ഒപ്പം നിർത്തണമെന്നാണ്. കാരണം അതിതീവ്രക്കാരൊക്കെ ചിലപ്പോൾ വിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവരെയും കൂടി തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. ഇത് പാർട്ടിക്കകത്ത് പോയവർക്കേ പ്രശ്നമുള്ളൂ. മറ്റു പാർട്ടികളും BJPന്നും കോൺഗ്രസിനും മാലയിട്ട് സ്വീകരിക്കുന്നതിനും കൂടി ഇത് രക്തഹാരം അണിയിച്ച് സ്വീകരിക്കുന്നതിനും ഒരു പ്രശ്നമില്ല. വർഗവഞ്ചകരാണ് പാർട്ടിയിലെ ഏറ്റവും വലിയ എതിരാളികൾ. അത് MVR പോകുന്ന സമയത്ത് പാർട്ടി കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ വർഗവഞ്ചകരോട് നമ്മൾ ഒരിക്കൽ പോലും സന്ധി ചെയ്യില്ല എന്നുള്ളതാണ്. ഏതായാലും സുരേഷിന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനം എടുക്കുകയോ ഇല്ലയോ എന്നറിയില്ല. രാഷ്ട്രീയ വൃത്തം വീണ്ടും കാണാം നാളെ.